ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് റെഡിയാക്കാൻ പറ്റിയ നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു റൈസ് റെഡിയാക്കാം. ഇതിന് ചിക്കനും മട്ടനും ഒന്നും ആവശ്യമില്ല. ആദ്യം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിനായിട്ട് ആദ്യം ബസ്മതി റൈസ് കുക്ക് ചെയ്യണം. അതിന് ആദ്യം വെള്ളം ഒരു പാനിൽ വെച്ചിട്ട് തിളപ്പിക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. അരി കുക്കാകുമ്പം അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ഉപ്പും കൂടി ചേർക്കാം. വെള്ളം തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരി ചേർക്കാം. അരമണിക്കൂർ സോക്ക് ചെയ്തതിന് ശേഷം നല്ലോണം കഴുകി ഊറ്റിയ അരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് 2 കപ്പ് അരിയുണ്ട്. ഇത് ഇനി തിളച്ച് ഒരു 1/4 കുക്കാകണ സമയത്ത് നമുക്ക് ഊറ്റി വെക്കാം. ഇനി മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഒരു 2 എണ്ണം, മീഡിയം സൈസിലുള്ള ഉള്ളി 2 എണ്ണം നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി നുറുക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് മല്ലിയില കുറച്ചധികം ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് 2-3 ഏലക്കയും ഒരു പട്ടൻ്റെ കഷ്ണമൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനിയാണ് നമ്മൾ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോകുന്നത്. ഇതാണ് മാഗിയുടെ ചിക്കൻ ക്യൂബാണിത്. ഇത് ചേർത്ത് കൊടുക്കാം. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടാകും, അതുകൊണ്ട് വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ചധികം വീട്ടിൽ വാങ്ങി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമുക്ക് ഇതുപോലുള്ള റെസിപ്പീസൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. എല്ലാത്തിനും നല്ല രുചിയും ചിക്കൻ്റെ രുചിയും ഒക്കെ കിട്ടും. ഇനി ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. വേണമെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിൽ ഉപ്പും ടേസ്റ്റൊക്കെ കുറച്ചുകൂടി വേണം തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ മാജിക് ക്യൂബ്സ് ഒന്നുകൂടി ചേർത്ത് കൊടുക്കാം. ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ ഉടഞ്ഞ് ഒക്കെ നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഊറ്റി വെച്ചിരുന്ന ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുക്കാൽ കുക്കായിട്ടുള്ളൂ ഈ ചോറ്.
ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളത്തിൽ കിടന്നിട്ടാണ് ഇത് ഇനി ബാക്കി കുക്കാകാൻ പോകുന്നത് കേട്ടോ. ഇപ്പം ഫ്ലെയിം ഏറ്റവും കുറച്ച് വെക്കണം. ഏറ്റവും മിനിമം ചൂടിലിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. കളറിന് വേണ്ടിയിട്ട് കളറ് ചേർക്കാൻ കുഴപ്പമില്ലാത്തൊരു കളർ ചേർക്കാം. ഞാനിപ്പോൾ കളർ ചേർക്കുന്നില്ല. അതിന് പകരം മഞ്ഞൾ കുറച്ച് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം അത് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ഇട്ടിച്ചു കൊടുക്കുക. ചെറുതായിട്ട് ഒരു കളറ് യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ റെഡിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ കുറച്ചൊന്ന് ഇട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ മിക്സ് ചെയ്യുമ്പം ഇതിൻ്റെ എല്ലാം കൂടി ഒരു കളർ വരുമ്പം നല്ലൊരു കളറ് കിട്ടും. യെല്ലോയും റെഡും പിന്നെ മസാലേൻ്റെ കളറൊക്കെ കൂടിയൊക്കെ വരുമ്പോൾ ഇതിനി ഒരു 10 മിനിറ്റ് ഏറ്റവും മിനിമം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ആയിക്കോട്ടെ. ബാക്കി കൂടി ഇപ്പം ഇത് സെറ്റായിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ചിക്കൻ്റെ മണം അടിക്കുന്നുണ്ട് ഇതിൽ നിന്ന്. ചിക്കനൊന്നും ഇല്ലെങ്കിലും നമുക്ക് നല്ല ചിക്കൻ്റെ ഫ്ലേവറുള്ള നല്ല ബിരിയാണിൻ്റെയും മന്തിൻ്റെയും കബ്സൻ്റെയും ഒക്കെ കൂടി മിക്സ് ആയ ഒരു ടേസ്റ്റിലുള്ള റൈസ് നമുക്ക് റെഡിയായി. ചിക്കനൊന്നും ഇല്ലാതെ തന്നെ. ഇത് കുറച്ച് തൈരും കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം. ഒന്നുമില്ലാതെ വെറുതെ ഇങ്ങനെ കഴിക്കാം. എല്ലാവർക്കും ഇഷ്ടമെന്നുള്ള കാര്യം ഉറപ്പാണ്. നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. ആകെ ചിക്കൻ ക്യൂബ്സ് മാത്രമേ നമ്മുടെ വീട്ടിൽ ഉണ്ടാവാതിരിക്കുള്ളൂ. അത് കുറച്ചധികം വാങ്ങി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമുക്കിതുപോലെ ഇനിയിപ്പോൾ ചിക്കനോ മട്ടനോ ഒന്നും ഇല്ലാത്ത സമയത്താണെങ്കിലും നമുക്ക് വെജിറ്റബിൾ കറി വെക്കുമ്പോഴും കുറച്ചിത് ചേർത്ത് കൊടുത്താൽ ആ നല്ലൊരു ചിക്കൻ്റെ ഫ്ലേവർ വരും. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്താൽ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടും. താങ്ക് യു.